ഓ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവത് കിത്തു ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ കാർ ഗെയിമായിട്ട് ഇറങ്ങിയ ഒരു കാറിൻ്റെ ഗെയിമാണ്. ആ ഗെയിമിൻ്റെ പേരൊന്നും ഞാൻ നോക്കില്ല, ഡൗൺലോഡ് ചെയ്ത് ഗെയിം ഇപ്പോൾ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടം വരെ ഉണ്ടായിരുന്നുള്ള വണ്ടികൾ ഇപ്പോൾ BMW വന്നു. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടം വരെ ഉണ്ടായിരുന്നുള്ള വണ്ടികളൊക്കെ ഇതിൽ പുതിയൊരു ടയോട്ട പുതിയ വണ്ടി ഉണ്ടെന്ന്. അത് ടണ്ട്രയാണ്, ടയോട്ട ടണ്ട്ര. പഴയ കാലത്തൊരു വണ്ടി ഇവിടം വരെ ഉണ്ടായിരുന്ന സാധനമൊക്കെ പഴയ കാലത്ത് വണ്ടി. പിന്നെ നമ്മുടെ സിവിക് കൂടി ഉണ്ട്, പിന്നെ ഫോർച്യൂണറുണ്ട്, ലാൻഡ് റോവറിൻ്റെ 2 വണ്ടി കൂടി ഉണ്ട്. ലാൻഡ് റോവറിൻ്റെ റേഞ്ച് റോവർ 2 ഉണ്ട് ഇവിടെ. പിന്നെ പഴയ വണ്ടികൾ കൂടി ഉണ്ട്. പിന്നെ ഫോർച്യൂണറിൻ്റെ ഒരു ബീറ്റ് പോലത്തെ വേറെ ഒരു വണ്ടി ഉണ്ട്. പിന്നെ നമ്മുടെ പോർഷെ ഉണ്ട്, കമാറോ, ഓഡി, BMW, മസ്താങ്, പഴയ പോർഷെ ഉണ്ട്, പിന്നെ BMW ഉണ്ട്. നമ്മുടെ ട്രെയിലറുണ്ട്, വാനുണ്ട്. അപ്പോൾ ആൾക്കാരെയൊക്കെ സെറ്റാക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഈ ഒരു ഇതാണ് കൊടുത്തേക്കണം, അത് കുഴപ്പമുണ്ടാവുന്നില്ല, ആവുമെന്ന് തോന്നണില്ല. അപ്പോൾ നമുക്കപ്പോൾ കളിക്കാം. ഗെയിം ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇതാണ് കേട്ടോ. ഈ ഒരു ഇതടിച്ചു പോയിട്ട് സിമ്പിളിൻ്റെ കാണാൻ നോട്ട് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി, വരും. നമ്മുടെ BMW അങ്ങനെ കൈ കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു ചെറിയ സാധനമല്ല കേട്ടോ ഗൈസ്, ഇത് വലിയ മുതലാണ്. ഇത് വരാൻ വേണ്ടി ഞാൻ എത്ര നാളെ കാത്തിരുന്നറിയോ? 1 വർഷമൊക്കെ ഇതിനു വേണ്ടി കാത്തിരുന്നു. ലാസ്റ്റ് വന്ന് ഒരു BMW വരാനായിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ് BMW. സത്യം പറയാലോ, സൗണ്ട് ഉണ്ടോ ഇതിൻ്റെ? ഞാൻ കാണിച്ചില്ല സൗണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ സൗണ്ട്. പൊളി സൗണ്ടല്ലേ, പൊളി കളറുമാണ്. നോക്കുകയാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് നിർത്തട്ടെ. ഇത് ചെയ്താൽ ഇവിടെ നിർത്താം. അത് കണ്ട, അവിടെ നിർത്തണ്ട. നമുക്കിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണണമെന്നറിയോ? അതാണ് സ്റ്റേഡിയം പോലെയാണ്. അവിടെ നമുക്ക് നിർത്താം. വേണ്ട, ട്രക്കൊക്കെ പോകുന്നുണ്ട്. അതായത് മാരുതി 800. ഇപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വണ്ടി കയറ്റിയിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഇത് റിവീൽ ചെയ്യാം. തട്ടി കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇറങ്ങാം, വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങാം. നോക്കുകയാണെങ്കിൽ ഇത് സെറ്റ് ചെയ്യാം. ഗൈസ്, ഇതാണ് BMW. ഈ വണ്ടി കണ്ടാൽ നിങ്ങൾക്ക് ആരുടെ വണ്ടിയാണെന്ന് തന്നെ ഓർക്കുന്നുണ്ടാവും. നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് അതിന് സ്മോക്കിൽ നിന്ന് അടിച്ചു കൊടുത്താൽ ഈ കളറിൽ വണ്ടി ഉണ്ട് ആളുടെ കയ്യിൽ. ആളുടെ ഭാഗത്തെ വണ്ടി ചെറുതായിട്ട് മോഡിഫിക്കേഷൻ സെറ്റാക്കിയാണ്. സത്യം പറഞ്ഞിട്ട് ഈ ടയറൊക്കെ വെള്ളമായിരുന്നു, പക്ഷെ നമ്മളിപ്പോൾ ഈ കളർ അടിച്ചേക്കാണ്. അത് കിടിലം വണ്ടി തന്നെയാണ് പറയാം. അത്യാവശ്യം നല്ല ഇതൊക്കെ ഉണ്ട്. ഇവിടെ വെച്ച് നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ നമ്മൾ പറഞ്ഞില്ലേ, കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നുമല്ല, ഡോറൊക്കെ തുറന്ന് കൺട്രോൾ ചെയ്യാം. ഇവിടെ ചെന്നിട്ടുണ്ടല്ല, നേരെ ഇവിടെ നിൽക്കുക. ഇവിടെ അയ്യോ ഇവിടെ നിൽക്കുക. അങ്ങോട്ട് മാറ്റി നിർത്താം. ആരും ഇത് വോയിസ് കൺട്രോൾ മാറ്റിയ നിർത്തിയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടല്ല, ഇത് കണ്ടോ, ഈ ഡോർ ഇവിടെ കണ്ടോ, തുറക്കും അടയ്ക്കും. പിന്നെ ആണെങ്കിൽ അത് തുറക്കണോ, മറ്റേ വൈപ്പർ ഓണാക്കാം. ഗൈസ്, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ പറയണ വണ്ടി ഇതിനകത്ത് നമ്മൾ ഇറക്കിയിരിക്കും.
ഇതുകൊണ്ട് അത് ഇതിൻ്റെ അകത്തുള്ള വണ്ടി ഇപ്പം നിങ്ങൾ പറയണ വണ്ടി ഞാൻ ഇറക്കും, സത്യം പറയല്ല ഇറക്കും, എന്തായാലും ഇറക്കും. അടുത്ത വീഡിയോയിൽ ഇറക്കാൻ പോണ വണ്ടി ഏതാണെന്നറിയോ? മോൺസ്റ്റർ ട്രക്കാണ്. അത് ഞാൻ ഇറക്കും. അല്ലേ അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഇത് ഇതണ്ട, ഈ ഒരു ഡോറും ഇല്ലേ, ഇതിങ്ങനെ ഇറക്കണം, ഇതിങ്ങനെ ഇറക്കണം. മറ്റേ ഡോർ തുറന്നില്ലേ, അത് തുറന്ന് ബോണറ്റ് തുറക്കണം. പോട്ടെ, ഡിക്കി തുറക്കണം. ഡിക്കി ഇങ്ങനെ കാണിച്ച് തുറക്കും. കണ്ട, ഇതാണ് വണ്ടി. എൻജിൻ പൊളിയാണ്, കാണാനും പറ്റില്ല കേട്ടാ. സത്യം പറയാട്ടെ, എൻജിൻ ഇപ്പോൾ കുറച്ചായിട്ട് കാണാൻ പറ്റുള്ളൂ. എൻജിനാണ്. പിന്നെ ഹെഡ്ലൈറ്റിന് സീനാണ് വൈസ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ അത് ലാസ്റ്റ് നമുക്ക് ഇൻറ്റീരിയർ കാണിച്ചിട്ടുണ്ടാവും. ബൂട്ട് ഫേസ് ഉണ്ട്. നമ്മളിതിൽ റെഡ് കളറ് ഈ ഇൻറ്റീരിയർ വർക്ക് ചെയ്തേക്കണത് അത് നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഇത് പഴയ അപ്ഡേറ്റിൽ അത് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പുതിയ അപ്ഡേറ്റിലുണ്ട്. ഇതിൽ കുറേ ഇതൊക്കെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞത് പൊളി സാധനമാണ്. പിന്നെ ഇതൊക്കെ അടയ്ക്കാം. എന്നിട്ട് നമുക്കുണ്ടല്ലോ അപ്പുറത്തൊരു മണ്ണെന്ന് ഓഫ് റോഡ് ടെസ്റ്റ് ഉണ്ട്, അതിൽ പോയിട്ട് ഓഫ് റോഡ് ചെയ്തേക്കാം. പെട്രോൾ അടിക്കും ഗൈസ്. സംഭവം എന്ന് വെച്ചാൽ അടിച്ചിട്ടില്ല, പെട്രോൾ അടിച്ചിട്ടില്ല. ഇപ്പോൾ ഒന്ന് അടിക്കാം. ബോണറ്റ് അടയ്ക്കാം, എല്ലാ ഡോറും അടയ്ക്കാം. അടഞ്ഞ് പിന്നെ നമുക്ക് വണ്ടിക്കകത്ത് കയറാം. ഇതിൻ്റെ മുകളിലുള്ള സാധനം തുറക്കും കേട്ടോ. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. കണ്ട, ലൈറ്റൊക്കെ കത്തും, ലൈറ്റൊക്കെ ഇടും അങ്ങോട്ട്. രാത്രി കാണുമ്പോഴല്ല കിടിലായിരിക്കണ്ട. പെട്രോൾ ലോയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ അല്ല, ഇത് പൊക്കാൻ പറ്റും. ഞാൻ നല്ലതാ, ഗ്ലാസ് പൊങ്ങൂല, മറ്റേത് പൊങ്ങും. ഗ്ലാസ് പൊങ്ങൂല, അടിയിലുള്ള സാധനം പൊങ്ങും. കണ്ട, ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് പുറത്തിറങ്ങാം, നമുക്കൊന്ന് ഡ്രിഫ്റ്റ് ചെയ്താലോ. ഡ്രിഫ്റ്റ് ചെയ്ത് കയറി പോവാം. ഡ്രിഫ്റ്റ് ചെയ്ത് കയറി പോവാം. സത്യം പറഞ്ഞാൽ ഡ്രിഫ്റ്റ് ചെയ്ത് കയറി പോവാം. അടുത്തത് നമ്മൾ മസ്താങ്കർക്ക് ഇറക്കുന്നതായിരിക്കും. ഈ സാധനമില്ലേ, ഓഫ് എൻ്റെ ദൈവമേ, ആരാണെന്നാവോ. ഗെയിമർ തന്നെയാണെന്ന് കൊണ്ട് ഇവിടെ ചെറിയൊരു ഫീസ് ഉണ്ടാക്കി വെച്ചത്. ഈ പോണത് നിങ്ങൾക്കറിയാല, മാരുതി 800 പോണത്. പിന്നെ ബെൻസാണ് ഗൈസ്, പഴയ ബെൻസ്. പിന്നെ ഇവിടെ ഒരുപാടുകൾ വണ്ടി കിടപ്പുണ്ട്, അതെല്ലാം കാണിക്കാം. വണ്ടി വളച്ചിട്ട് പെട്രോൾ അടിക്കാൻ പോവാം. നമുക്ക് പെട്രോൾ അടിക്കാൻ പോയി. ഇതാ ഷോറൂം കേട്ടോ. ഷോറൂം ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ വെള്ളം ഇട്ടിട്ട് നനയ്ക്കാനും പിന്നെ സർവീസ് ഉണ്ട്, സർവീസ് ചെയ്യാനൊക്കെ ഉണ്ട്. നമുക്കൊരു 700 രൂപയ്ക്ക് ഇത് ചെയ്യാം, 700 രൂപയ്ക്ക് ബൈ ചെയ്യാം. 700 രൂപയ്ക്ക് ബൈ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത കൈസ്. സത്യം പറയട്ടെ, ഈ സംഭവം ഇല്ലേ, ഇത് പൊളി വണ്ടിയാണ്. നമുക്ക് ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ അതും ചെയ്യേണ്ടത്, ഈ ഗെയിം ഒന്ന് ഡൗൺലോഡ് ചെയ്യാം ഗൈസ്. നമ്മുടെ ഈ സൈഡ് അടിച്ചിട്ടാണ് കണ്ടോ അടി കണ്ടോ, ഉള്ളിലോട്ട് കയറിപ്പോയത്. ഇവിടെ കണ്ടോ അടി ഉള്ളിലോട്ട് കയറിപ്പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ കയറിപ്പോയിട്ടുണ്ട്. ഇപ്പുറത്ത് കുഴപ്പമില്ല. നിങ്ങൾ ഈ ഗെയിം കയറി ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു സാധനം ചെയ്യും, ആ ചെയ്ത പയ്യൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഏത് വണ്ടിയും കിട്ടും. ഗൈസ് അങ്ങനെ വണ്ടി കിട്ടുമെന്ന് തോന്നുന്നു. എന്തോ അവിടെ 500 പൈസ നോക്കി. 500 അടിക്കുമ്പോൾ 500 ഫ്രീ ആയിട്ട് കിട്ടും. കുഴപ്പമില്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ ലോകമൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, 700 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇങ്ങനെ നിൽക്കൂ. 700 രൂപയ്ക്കാലും ഞാൻ പെട്രോൾ അടിച്ചാണ്ടല്ലോ
2 ദിവസം പിടിക്കും അത് 700 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ. 2 ദിവസം കഴിഞ്ഞിട്ടെല്ലാം പെട്രോൾ അടിച്ചാൽ മതി. ഇത് കേരളത്തിൽ സംഭവം വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കേരളത്തിൽ സംഭവം വന്നാൽ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടല്ലോ 100 രൂപയ്ക്ക് 10 രൂപയ്ക്ക് പെട്രോള്. അത് സീനാണ്. പിന്നെ എന്താണ്ടോ കാർ വാഷൊക്കെ ഉണ്ട്. കാശ് കൊടുത്ത ഇതാണ്ടത് ഈ സംഭവം കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ വണ്ടി ഇവിടെ നിന്നായിട്ട് പാർക്ക് ചെയ്തിട്ടാ സത്യം പറയാണ്ടല്ലോ. നമുക്ക് ഈ വണ്ടി സെറ്റാക്കേണ്ടതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു മുതലിനെ കാണിച്ചുതരാം കഴിച്ച്. ഇപ്പം കാണിച്ചിട്ട് മുതൽ ഇതുകൊണ്ടേ കഴിച്ച്. ഇത് ഏതാ മോഡൽ എന്നറിയാം? കണ്ടിട്ട് മനസ്സിലായി ഇതെന്താ സംഭവം. വണ്ടിപ്പരാന്തന്മാർ കണ്ടാൽ മനസ്സിലാവും എന്താ വണ്ടിന്ന്. പഴയ പോർട്സ്വാഗന്റെ പഴയ എയർബി 2 അഭിനയിച്ചൊരു വണ്ടിയുണ്ട്. എയർബി മൂവിയിൽ അഭിനയിച്ചൊരു വണ്ടിയുണ്ട്. ആ വണ്ടിയാണത്. ആരോ കൊണ്ടുവച്ചിട്ട് പോയ വണ്ടിയാണ്. ഉണ്ടാവും ഇവിടെ അത് തന്നെയാണുള്ളത്. ഇത് മാരുതി 800, മാരുതി 800 ആണോ 800 ആണോ പഴയ വണ്ടിയാണ്. 2 സീറ്ററാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്ത് വണ്ടിയാണ് ഇപ്പം. ഇത് കഴിഞ്ഞ നേരത്തെ ഞാൻ ബെൻസാന്നാ പറഞ്ഞത്. ഇത് ബെൻസ് തന്നെയാണ്. പക്ഷെ പുറകുവശം കണ്ടിട്ട് BMW പോലെ. അതെന്താണത്? പിന്നെ നമ്മുടെ വണ്ടി സെറ്റാക്കാൻ പോകാം. ചിളങ്ങിയൊക്കെയാണ്. സത്യം പറയല്ല ഗൈസ്, ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യണ ആൾക്കാർ ലൈക്ക് ആണ്. പെട്ടെന്ന് എനിക്ക് ലൈക്ക് വേണം. സത്യം പറയട്ടെ, എനിക്ക് ഈ ലൈക്ക് കിട്ടണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് എന്നാ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തേക്കാം. നമ്പർ താഴെ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഒരു പിന്നെ 4x4 ആക്കാനുള്ള സെറ്റപ്പ് കണ്ടിട്ടാ നമുക്ക് സെറ്റാക്കാം. അയ്യോ അതല്ല, ഇതിനെ നമുക്ക് തള്ളി ഇവിടെ കൊണ്ട് പറിച്ചേക്കാണ്. ഇവിടെ അല്ലെങ്കിൽ താഴെ, അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് സെറ്റാക്കാം. കണ്ട വണ്ടി സെറ്റായി. ആ പുള്ളിക്കാരനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. ആ പുള്ളിക്കാരനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടതല്ലേ ആ പുള്ളിക്കാരൻ കാണിച്ചത്? ഇതാ അവിടെ നിന്ന് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക. എന്തെന്നാവോ. ഇപ്പോൾ മനസ്സിലായി, ഡ്രിഫ്റ്റ് ആയി പോയാണ്. നമ്മുടെ പഴയ പണ്ടത്തെ മുതൽ ഇതിൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഒരു ഇതില്ല. ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ വില്ലേജ്. ഇതിൽ കൂടെ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ളത്. സത്യം പറഞ്ഞാൽ നടന്നുകൊണ്ട് ഇതാണ് ഡ്രിഫ്റ്റിങ് ചെയ്യാൻ ഈസിയാണ്. സത്യം പറഞ്ഞ ഈ വീടിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റത്തില്ല, അത്രയ്ക്കാണ്. ഇതിൻ്റെ ഗെയിമർ ഇപ്പം ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇത് ഉണ്ടാക്കിയ ആളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ, ആൾക്ക് മലയാളം അറിയുമെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളം അറിയുമെങ്കിൽ ഒന്ന് വീടിൻ്റെ അകത്ത് കയറാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി തട്ടാം. ഒന്ന് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാം. ഡ്രിഫ്റ്റ് ചെയ്യാൻ നിങ്ങളത് കണ്ടോ? ടയറുമ്പോൾ സാധനം പിടിച്ചിരിക്കണത് അടിയിലെ കണ്ടോ? അത് പൊടി, അത് ഒടുക്കത്തെ പൊടിയത്. സത്യം പറയാനുള്ളത് വഴി തീർന്ന്. ഇതിൽ കൂടെ സ്കിഡ് ചെയ്താലാ മൂഞ്ചോ. മൂഞ്ചു അങ്ങോട്ട് വഴിയില്ല. അയ്യോ, ഈ സാധനം ഇവിടെ സംഭവമല്ലേ ഇത്? ഇത് ഓണാക്കണ അല്ല, പെട്രോൾ എപ്പോഴാണ് തീരുന്നതെന്ന് അറിയില്ല. അറിയും.
ഗൈസ് ഇതാണ് പോളോ. ഗൈസ് നിങ്ങൾക്ക് ഈ പോളോ കണ്ടിട്ടുണ്ടോ? എന്ത് സംഭവിച്ചേ? എന്ത് സംഭവം? ഓ, വണ്ടി ഓഫായി പോയതാ. രണ്ട് വേറൊന്നും ഒരിതില്ല. പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾ കമൻറ്റ്, നിങ്ങൾ ഏത് വണ്ടി എടുക്കണം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി ഇതിൻ്റെ അകത്ത് സെറ്റാകും. ഇത് നോക്കാണ്ട് ഇതിൽ കൂടെ ഒക്കെ പോകാൻ പറ്റും. ഇതിൻ്റെ അകത്ത് കൂടെ പോകണ്ടല്ലോ, വേറെ സിറ്റിയിലാണ് പോയി എത്താൻ പോകുന്നത്. ആ സിറ്റിയിൽ ഒരു ബാറുണ്ടെന്ന് പറയാം. ആ സിറ്റിയിൽ അങ്ങനെ ഗൈസ് ദീ പോണം പോകല്ല. നിങ്ങൾ കണ്ട പോർട്സ് ഒരു വണ്ടിയാണ് പോണത്. കിഡിലല്ലേ? പോർട്സ് ടയോട്ടയാണെന്ന് അറിയില്ല. കിഡിലും വണ്ടിയാണ് പോണത്. ഇതേത് അങ്ങോട്ടാണ് വഴി കേട്ടോ. കുറേ വഴി ഇങ്ങനെ ചുറ്റി പോകുന്നുണ്ട്. അതിനുകൊണ്ട് വായിച്ചുണ്ടോ ഇപ്പം ചെക്കിങ്ങിലെത്തി. ഇങ്ങോട്ടാണോ? അയ്യോ, അങ്ങോട്ടാ. ഏത് വഴിയിലും പോയി കഴിയുക. ഏത് വഴിയിലും പോയാൽ കുഴപ്പമില്ലല്ലോ. നമ്മുടെ വണ്ടി നോക്കി എല്ലാം പോയി. ശരിയാക്കി എടുക്കാൻ തന്നെ പാടുന്നു. എന്തോ ഉണ്ടോ? പോലീസിന് വണ്ടി കിടപ്പുണ്ട്. ഇതെന്താടാ? പൊക്കോ. അല്ല പിന്നെ ഡേ കയറില്ല കേട്ടോ. എൻ്റെ തെറ്റിനാണ് ഇപ്പോൾ സംഭവിച്ചത്. അയ്യോ, പതുക്കെ ഇറക്കണം. സത്യം പറയുകയാണെങ്കിൽ അടിമുട്ടിയ ഗ്ലാസ്സൊക്കെ ഇളകി വരും. ഈ വണ്ടി സെറ്റാക്കാൻ ഇതുണ്ടോ? ആളൊക്കെ ഒക്കെ ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റേ തരാമെന്ന് പറഞ്ഞു. ചേട്ടൻ്റെ വീട് എവിടെ ചേട്ടാ? ഒന്നും പറയണില്ലല്ലോ ആള്. ആളൊന്നും പറയണില്ലല്ലോ. കാശ് ഇവിടെ കാർ വാഷ് ഉണ്ട് കേട്ടോ. നമുക്കിന്ന് കാർ വാഷ് ചെയ്യണം. എന്തോരം കൂടിയ BMW നമ്പർ പ്ലേറ്റ് ഒരു മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ട സൈലൻസറിനകത്തൊക്കെ എന്തൊക്കെയോ ഇരിക്കുകയാണ്. സൈലൻസർ പൊട്ടിക്കഴിഞ്ഞപ്പോൾ സൈലൻസർ പൊട്ടുമ്പോൾ മണ്ണ് പോലെ പൊട്ടു കേട്ടോ. മണ്ണോടുകൂടി പൊട്ടും. ഇതിനൊന്നും ശരിയാക്കി എടുക്കാം. അവിടെ നിർത്തിയിട്ട് വേണം സെറ്റാക്കണം. ഞാൻ കണ്ട മാഞ്ഞു കൊണ്ടിരിക്കുകയാണ്. പതിയായി മാഞ്ഞു കേട്ടോ. കുറച്ചും കൂടി മായാനുണ്ട്. ഞാനൊന്ന് കുളിച്ചോട്ടെ കേസ് നമ്മുടെ വണ്ടി. കേസ് ഇതൊന്നും പറയാം. ബ്ലൂ കളർ ലൈറ്റ് എടുത്തേക്കുന്ന താഴത്ത് അത് BMW തന്നെ ഇതാ. സത്യം പറയാലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മളിത് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഈ ലാസ്റ്റായിട്ട് ഒന്ന് കാണിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഗൈസ് നമുക്ക് എൻ്റെ ഇതൊന്ന് കാണിച്ചു കൊടുക്കാം. വേണ്ട, ഇതാണ് ഇൻറ്റീരിയർ. ഇതാണ് ഇൻറ്റീരിയർ. സത്യം പറയുകയാണെങ്കിൽ വേണ്ട എന്തൊക്കെയുള്ള ഗൈസ് എന്തൊക്കെയുള്ളതെന്ന് അറിയാം എനിക്ക്. ഗൈസ് ബെൻസ് എസ് ക്ലാസ് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ആ സ്ക്രീൻ വന്നേക്കുന്നത്, ബെൻസിൻ്റെ സ്ക്രീനില്ലേ, ആ സ്ക്രീനാണ് ഇവിടെ വന്നേക്കുന്നത്. പഴയ സ്ക്രീൻ പോലെയല്ല, പുതിയ സ്ക്രീൻ സെറ്റായിട്ടുണ്ട്. ഇതൊന്നും ഇണങ്ങി തുടങ്ങും. ഇണങ്ങിയിട്ടില്ല. നമ്മളിതാ ഇത്രയും ദൂരേക്കാണ്. ഇത്രയും ദൂരത്ത് 1 കിലോമീറ്റർ ഇപ്പുറത്താണ് കിടക്കുന്നത്. കാരണം കൊണ്ടാണ്. BMW ഇതൊക്കെ പൊളിയായിട്ടുണ്ട്. എന്തായാലും ഇതേമാതിരി ഇത് അപ്ഡേറ്റ് കൊണ്ടുവന്ന BMW അപ്ഡേറ്റ് കൊണ്ടുവന്ന ആൾക്ക്, അങ്ങനെ വെച്ചാൽ ആ ഗെയിം ഡിസൈൻ ചെയ്ത ആൾക്ക് ബിഗ് ടാങ്ക്സ് തന്നെ തരികയാണ്. അപ്പോൾ വേണ്ട ഇങ്ങനെയൊക്കെ സെറ്റാക്കാം വണ്ടി. ഞാൻ മറ്റേതൊക്കെ അടിച്ച് സെറ്റാക്കാം. വേണ്ട പോളോ
പോളോ ജി ടി മച്ചാനെ ബി എം ഡബ്ല്യൂൻ്റെ അടുത്ത് നിൽക്കോ മച്ചാനെ ബി എം ഡബ്ല്യൂൻ്റെ അടുത്ത് നിൽക്കോ ഞാനും ബി എം ഡബ്ല്യൂൻ്റെ അടുത്ത് നിൽക്കോ മിണ്ടണില്ലട്ടാ ഗൈസ് കണ്ടോ മച്ചാനെ ബി എം ഡബ്ല്യു കിടിലൻ വണ്ടിയാണ് കണ്ടാ മച്ചാനെ ബ്രോ നിൽക്ക് അത്രയ്ക്കായ ഞാനിപ്പോൾ തരാം കേട്ടാ കണ്ടാ ഓവർടേക്ക് ഒരു മരിക്കാന്നില്ല ബോളോ എടുത്തുണ്ടോ എനിക്ക് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോണേ അറിയാം കേട്ടാ പോയാ പോയിട്ടുണ്ടാവും കുഴപ്പമില്ല അതുകൊണ്ട് അവൻ പോയിട്ടുണ്ട് എന്താ അവന് ഏത് വഴി കയറിപ്പോയി സത്യം പറഞ്ഞ കണ്ട സ്റ്റെപ്പാണ് ഏത് വഴിക്കാണ് കയറിപ്പോയത് നമ്മുടെ ഷാജി ബാബിനറിയാം അയ്യോ ഇത് സംഭവം നമ്മൾ ചെറുതായിട്ട് തട്ടിയത് അയ്യോ എന്താ വണ്ടിക്കൊന്നും പറ്റിയോ ഇല്ലടാ ഇല്ല മൊത്തം വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല ചെറിയ ബെൻഡല്ലാണ്ട് ഒന്നും പറ്റിയിട്ടില്ല ഇത് കിടിലൻ വേണ്ടിയാണ് സൈലൻസറൊക്കെ പക്കാ സൈലൻസറാണ് അടുത്ത വീഡിയോ നാളെ സെറ്റായി വരും നാളെ വരുമ്പോഴല്ല ആ വീഡിയോയ്ക്കകത്തും വരും ഒരു ബി എം ഡബ്ല്യു അല്ല ആ വണ്ടിക്കകത്ത് അതിനകത്ത് നമ്മളെന്താ കൊണ്ടുവരാൻ പോകണമെന്നറിയോ നമ്മൾ പറഞ്ഞ സാധനം തന്നെ ഓഫ് റോഡ് ടണ്ട്ര കൊണ്ടുവരാൻ പോകണം ദേ അടങ്ങനെ പോവാ ചുറ്റി എടാ മുത്ത എന്തുറ്റടാ എന്തോറ്റടാ പി എം ഡബ്ല്യു ഒക്കെ അവിടെ പി എം ഡബ്ല്യു ഉണ്ട് അവിടെ പോളോ എടുത്തിട്ടുണ്ടല്ലോ പോളോ ജി ടി 7 പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല കിഡിലോട്ട് സെറ്റ് കാണുന്നുണ്ട് ഇവിടെ മൊത്തം ഇങ്ങനെ നല്ല വണ്ടി ഓടിക്കേണ്ടത് നീ അടിയിലോട്ട് പോട്ടാ ഈ പൂർണ്ണ കൊണ്ട് അടിയിലോട്ട് പോട്ടാ അര കിലോമീറ്ററും കൂടി ഉള്ള നീ പടി പോന്നി അടിപ്പോ ഒരാളാടാ എന്തെന്നാണിത് ഇതേമാതിരിയുള്ള ഇതെന്താണിത് പൈസ ഇവിടുന്ന് പ്രേതമുണ്ട് ഇവിടെ ഈ സൈഡ് ഇവിടുന്ന് ഇട്ടാലോ കാണണ്ടോ ഇട്ടാലിടുന്ന് പ്രേതമുണ്ട് സത്യം പറഞ്ഞാൽ മേടിക്ക് വരാൻ പാടില്ല പ്രേതമുണ്ട് ഞാടാ ഓടിക്കടാ പ്രേതമുണ്ടോ നിനക്ക് എന്താടാ ഗായ്സ് നമ്മളിവിടെ പുതിയതാ അത് കാരണം കൊണ്ടാ കേട്ട് വന്നതാ അങ്ങനെ കൊണ്ടാ അവന്മാർക്ക് അതിനുള്ള മുടയുണ്ട് മുട കാണിക്കാൻ മാത്രമേ അറിയുള്ളൂ അതിനുള്ള മുട വന്നിട്ട് അവന്മാർക്ക് കിട്ടി നമുക്കൊന്നും ഇവിടെ നിന്ന് പോവുക അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യം ചേടാ അതെന്താണത് വന്ന് വേണ്ട അവിടെ നിന്ന് ഇതിൽ കൂടെ എടുത്തിട്ടു ഇപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി ബാക്കെടുത്ത് പോവാം സ്ക്രാപ്പിലോട്ട് പോയിട്ട് കാര്യമില്ല ഇഷ്ടം പോലെ വണ്ടിയൊന്നുമില്ല ഇഷ്ടം പോലെ വണ്ടി ഉണ്ടോയെന്ന് വെച്ചാൽ അവിടെ വണ്ടിയേ ഇല്ല ഒന്നും കാണാൻ വേണ്ട പോളോ ഒക്കെയാണ് ബി എം ഡബ്ല്യു ഞാൻ മാത്രമാണ് ഓടിക്കണത് ബി എം ഡബ്ല്യു എനിക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരാൾക്കും ബി എം ഡബ്ല്യു ഇല്ല പോർഷ ഉണ്ട് പഴയ വണ്ടിയൊക്കെ ഉണ്ട് ഏതാണെന്നറിയാം പോർട്സ് വണ്ടി വണ്ടിയാണോ പോണത് പഴയ വണ്ടിയാണോ പോണത് ചീറ്റി അല്ലേ പോർട്സ് ജെറ്റോ എന്തോ ഒരു ജെറ്റ് പോലത്തെ വണ്ടി അതാണ് ഇപ്പം കണ്ടതാണ് ഇതൊക്കെ കണ്ടോ കുറേ ബിൽഡിങ് സെറ്റപ്പ് ഉണ്ട് പറയണോണ്ട് തോന്നുന്നില്ല കേട്ടോ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോക്ക് സബ്സ്ക്രൈബ് തരാറില്ല വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് തരാറില്ല സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ 56 കിടക്കണത് ടാർഗറ്റ് ശരിക്കും പറഞ്ഞാൽ 60 അപ്പോൾ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടോ ഈ ഭാഗത്ത് കൂടെ ഇപ്പോൾ നമുക്ക് കടലല്ല ഈ
റിവർ നമ്മുടെ കടലാണ് ബീച്ചിൻ്റെ ഏറ്റവും അറ്റത്തെ അവസ്ഥയാണ്. ഗ്ലിച്ച് പറ്റിയാണ്. ഗ്ലിച്ച് സംഭവമാണ്. ഗ്ലിച്ചാണ് ഗ്ലിച്ച് എന്തോ സംഭവമാണ് ഗ്ലിച്ച്. ഞാൻ നടന്നത് കാണിച്ചത് നിങ്ങൾ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇതെന്താണ് കഴിച്ചത്? കസിലിറക്കിയിട്ട് കാര്യമൊന്നുമില്ല. ചാടി വെക്കാം. ആഹാ, പതിയെ ഇറങ്ങണം. പതിയെ. ഓക്കെ, കണ്ടോ? ഇതാണ്. അയ്യോ, കടലിൻ്റെ അടിത്തട്ടാണ് കാണുന്നത്. ഇവിടെ നിന്നൊക്കെ വരല അങ്ങനെ നൈസായിട്ട് പാളിയാക്കാം. നൈസായിട്ട് ചാടി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഇതാണ് സെറ്റപ്പ്. എന്തിട്ട് സെറ്റപ്പ്. ഇത് ഗ്ലിച്ചാണെന്ന് തോന്നണം. അവിടെ ഒരു മലയുണ്ട്. ആ മല ഇപ്പോൾ കാണാനുമില്ല. രാത്രി സാധനം കിടന്ന് തിളങ്ങുന്നുണ്ടല്ലോ. എന്ത് സുഖമെന്നറിയോ? നമുക്ക് ഇപ്പം തന്നെ രാത്രി ആക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയോ? ഈ മാപ്പിൻ്റെ സൈഡിലായിട്ട് 3 ഇത് കണ്ടോ? ഡോട്ട് കണ്ടോ? നമുക്കിപ്പോൾ കാണിച്ചിട്ടാ. അപ്പോൾ അങ്ങോട്ട് കടലിൻ്റെ അറ്റത്ത് വിട്ടുക. കടലിൻ്റെ വേറെ സൈഡിലോട്ട് കണ്ടു. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കിത് റിവ്യൂ ചെയ്യേണ്ടി വരും. ഇപ്പോൾ റിവ്യൂ ചെയ്യാം. കണ്ടോ? സ്കിഡോ വീടില്ല. കടലിൽ പോയിട്ടിട്ട് ഇപ്പോൾ അത് ആഴക്കടലല്ല, അത് ചെറിയ കടല. ഉണ്ടോ? ചെറിയതായിട്ട് കടല. അതാണ് ആഴക്കടല് സത്യം പറയുകയാണെങ്കിൽ. ഇനി എന്ത് ഒഴുക്കാണെന്ന് ചാടിയണ്ടല്ലോ. ചാടിയാക്കാന്ന് തോന്നുന്നുണ്ടോ? എന്നറിയാം. നമ്മളൊരു സാധനം വെച്ച് ചെയ്തിട്ട് അല്ലാതെ ഗെയിമിലുള്ളതാണ്. ഇത് കണ്ടത് ഈ സാധനം കണ്ട നമുക്ക് മഴ എത്തണേ കണ്ടോ? ഇപ്പോൾ കാണിച്ചിട്ട് കണ്ട കാലാവസ്ഥ ചെറുതായിട്ട് മാറിയായിട്ട് തോന്നുന്നില്ലേ? കാലാവസ്ഥ മാറിയത് കണ്ട. ഇനിയിപ്പോൾ വരും മഴ. മഴ ഒന്നും ഇപ്പോൾ ആണെങ്കിൽ രാത്രി ആക്കാൻ പറ്റും. കണ്ട എൻ്റെ മോനെ കിഡില് പോയിട്ടുണ്ട്. ഇത് ലൈറ്റൊക്കെ ഇട്ടിട്ട് പോവാൻ കണ്ട. രാത്രി കിടന്ന് വണ്ടി തിളങ്ങണ്ട. അതാണ് രാത്രി കിടന്ന് വണ്ടി തിളങ്ങും. എന്താണ് സംഭവിച്ചത്? ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് പോയി നമ്മളൊന്നും നിജമായ അവസ്ഥ. സ്കിഡൊക്കെ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. സ്കിഡൊക്കെ രാത്രി അത്യാവശ്യം റിയൽ ലൈഫിൽ രാത്രിയൊക്കെ സ്കിഡ് ചെയ്യില്ല കേട്ടോ. മഴയാണ് സ്കിഡ് ചെയ്താണ്ടല്ലോ എല്ലായിടത്തും പോയി ഡെഡായിട്ട് കിടക്കാൻ പറ്റുള്ളൂ. അത് ഞാനിപ്പോൾ പറഞ്ഞ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയൊക്കെ എടുത്ത് രാത്രി സ്കിഡ് കഴിക്കില്ല കേട്ടോ. അതുപോലെ പ്രശ്നത്തിന് വിടും. രാത്രി കിടന്ന് തിളങ്ങുന്നുണ്ടോ? ഇത് തിളങ്ങുമ്പോൾ എന്ത് സുഖമെന്നറിയോ? ബർഗർ കിങ് തട്ടി. രാത്രി നമ്മളൊന്നും കാണുന്നില്ല. ബർഗർ കിങ് ഇതിൽ കൂടെ എടുത്തോലും കുഴപ്പമില്ല. ബർഗർ കിങ് ഉണ്ടാ നമുക്ക് ഏറ്റവും നോക്കുമ്പോൾ അതെ. ഏകദേശം ചെറുതായിട്ടൊക്കെ ഒന്ന് പോന്നിട്ടുണ്ട്. ഇളകി പോയി. അയ്യോ, കയറ്റാം. കയറ്റി. ഇത് എന്ത് കോലാണ് ഗൈസ്. എന്ത് കോലാണ് നോക്കി ഗൈസ്. സംഭവം നോക്ക്. ബർഗർ ബർഗറിൻ്റെ കിങ് അല്ല കേട്ടോ. ഇത് ബർഗർ സെറ്റപ്പാണ്. ഷോപ്പാണ്. ഉണ്ടോ? വണ്ടി കിടന്ന് തിളങ്ങണം നോക്കി ഗൈസ്. ഇവിടെ മൊത്തം വണ്ടി കിടന്ന് തിളങ്ങണം. BMW ആണെന്നൊക്കെ തിളങ്ങണുണ്ടോ? സാപ്പാണ മുതലെല്ലാം എല്ലാവർക്കും അറിയാവുന്നുണ്ട് കേട്ടോ. നമ്മുടെ പഴയ ആൾ തന്നെയാണ്. ഇതിലുണ്ടായിരുന്ന ആൾ തന്നെയാണ്.
ഗൈസ് നമ്മുടെ ഷോപ്പിംഗ് സെൻറ്റർ. ഗൈസ് എനിക്ക് പോർഷെ ഞാൻ കാണിച്ചിട്ട് ഇവിടെ ഇതുകൊണ്ടേ ഇതാടന്ന് വണ്ടി കണ്ടോ നിങ്ങൾ ഇതാക്കട മുതൽ കണ്ടോ, അതാണ് പോർഷെ. അങ്ങോട്ട് പോയിട്ട് കാണിച്ചില്ല ഗൈസ്. എനിക്കൊരു ആഗ്രഹമുള്ള കാര്യം വെച്ചാൽ ഗെയിമർ ഇതിനകത്ത് ഇതൊരു ഡിസൈൻ ചെയ്താണല്ലോ, ഇതിനകത്ത് സൂപ്പർ ഉണ്ടെന്ന് കണ്ടല്ലോ, പൊളിച്ച് സൂപ്പർ ഉണ്ടെന്ന് കുഴപ്പമുണ്ടായില്ല. പോർഷൻ ഉണ്ടോ അപ്പോൾ വണ്ടി ഇവിടെ ഞാൻ പാർക്ക് ചെയ്യണമല്ലോ. ഈ വണ്ടി നടക്കൊണ്ടിട്ടോ, അതാണ് ഞാൻ നേരെയുള്ള ഇറങ്ങും. ജിയോ തട്ടല ഇനി തട്ടി എൻ്റെ വണ്ടികളെ പോവും. എന്താ നമ്മുടെ BMW കിടക്കുന്ന ഓപ്പോസിറ്റ് ഇത് ഓരോ വണ്ടി പ്രാന്തിൻ്റെ ആഗ്രഹമാണ് ഈ വണ്ടി. പോർഷെ നോക്കി വണ്ടി ലോക്കഡാണ്, അല്ലെങ്കിൽ അടുത്ത് വയ്ക്കുമ്പോഴല്ലോ കിട്ടത്. ഇതേമാതിരി സിമ്പിൾ വേണ്ടതാണ് കണ്ടോ, ഇതേമാതിരി സിമ്പിൾ വേണ്ടതാണ്. ലോക്കഡാണ് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ആൾക്കാർ ഇതിൻ്റെ അകത്ത് എളുപ്പമുണ്ടാവും, പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് കയറാനും എൻട്രി ഇല്ല. ഷോപ്പിംഗ് സെൻ്ററാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതും കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.